ലോകത്തിനെതിരെ കളിച്ച് മാഗ്നസ് കാൾസൺ. ക്യാപ്ഷൻ കണ്ടപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവാത്തവർക്കായി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. നവംബർ 24, 2012 മെക്സിക്കോ സിറ്റിയിൽ വെച്ച് ലോക 1 നമ്പർ താരമായ മാഗ്നസ് കാൾസൺ ലോകത്തിനെതിരെ മത്സരിച്ചു. ലോകത്തിനെതിരെ എന്ന് പറയുമ്പോൾ കാൾസൺ ഒരു സൈഡിൽ കളിക്കും, മറ്റേ സൈഡ് ഒരു വോട്ടിംഗ് സ്റ്റൈലിലാണ് മൂസ് കളിക്കുന്നത്. ഇവിടുത്തെ ഓഡിയൻസിനെയാണ് വേൾഡ് എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ഈ ഓഡിയൻസിന് 3 ഗ്രാൻഡ് മാസ്റ്റർ മൂവ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതിലെ ബെസ്റ്റ് മൂവ്സ് അവർക്ക് തിരഞ്ഞെടുത്ത് കളിക്കാവുന്നതാണ്. അത് വെച്ചിട്ടായിരിക്കും 1 നമ്പർ താരമായ കാൾസനോട് മത്സരിക്കുക. ഇവിടെ വൈറ്റ് കളിക്കുന്നത് മാഗ്നസ് കാൾസനും ബ്ലാക്ക് കളിക്കുന്നത് വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്ന അവിടുത്തെ ഓഡിയൻസിനെയാണ്. അപ്പം 3 ടോപ്പ് ഗ്രാൻഡ് മാസ്റ്റർ മൂവ്സ് ആയിരിക്കും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കാൾസിനെതിരെയാണ് മത്സരിക്കുന്നത്. ഒരു വോട്ടിംഗ് സ്റ്റൈലിലാണ് ഈ ചെൽസ് മത്സരം നടക്കുന്നത്. നമുക്ക് എന്തായാലും ഗെയിം നോക്കാം. കാൾസൺ ഇവിടെ പോൺ ടു E4 വെച്ച് കളി തുടങ്ങുന്നു. C5 സിസിലിയൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3, D6, D4 വെച്ച് സെൻറ്ററിൽ വയ്ക്കുന്നു. പോൺ വെച്ച് വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. നൈറ്റ് F6 കളിച്ചിട്ട് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് C3 വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. A6. അപ്പോൾ ഇത് സിസിലിയൻ ഡിഫൻസിൽ നൈറ്റ് ഓഫ് വേരിയേഷൻ ആണ്. H3. അപ്പോൾ ഈ H3 എന്ന് പറഞ്ഞാൽ അത്ര കോമൺ മൂവ് അല്ല. ഒരു പക്ഷേ ഈ H3 കളിക്കുന്ന നേരം ഇന്നത്തെ കോമൺ മൂവ്സ് F3യോ അതോ അല്ലെങ്കിൽ ബിഷപ്പ് E3 ഒക്കെയാണ്. പക്ഷേ ഈ ഗെയിമിൽ കാൾസൺ H3 ആണ് കളിക്കുന്നത്. വേൾഡ് സൈഡിൽ നിന്ന് E5 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ ഓടിക്കാൻ നോക്കണം. നൈറ്റിനെ ഇവിടെ E2ലേക്ക് പോകുന്നു. ബിഷപ്പ് E7 കളിച്ച് വേൾഡ് സൈഡ് ക്യാൻസൽ ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ കാൾസൺ കളിക്കുവാണ് പോൺ ടു G4. അപ്പോൾ വളരെ അഗ്രസീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവിടെ കാൾസൺ നടത്തുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഇന്നൊരു കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ G4 പറയാം. G4 ഒരു കൈൻഡ് ഓഫ് റെക്കമെൻഡഡ് മൂവ് തന്നെയാണ്. പക്ഷേ ഒരു ഹ്യൂമൻ രീതിയിൽ ഇവിടെ ബിഷപ്പ് E3യോ ക്വീൻ D2 ഒക്കെ എടുത്ത് ക്യാൻസൽ ചെയ്യാനൊക്കെയാണ് മിക്കവരും നോക്കുള്ളൂ. പക്ഷേ കാൾസൺ ഇവിടെ കളിക്കുക G4 ആണ്. എന്തായാലും വേൾഡ് സൈഡ് ക്യാൻസൽ ചെയ്തു. നൈറ്റിന് G3യിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഈ ഒരു E4ഉം G4 ഇവിടെ ഉള്ളപ്പോൾ ഈ നൈറ്റിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു F5 സ്ക്വയറിലോട്ട് വരാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് ബിഷപ്പ് വെച്ച് ഒഴിവാക്കിയാൽ പോലും ഈ ഒരു റൂക്കിന് ഒരു ബ്യൂട്ടിഫുൾ ഫയൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാൾസൻ്റെ ഐഡിയ. നൈറ്റിനെ D7 കളിക്കുന്നു. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ നൈറ്റ് ഈ ഒരു ബ്യൂട്ടിഫുൾ F5 സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞു. നൈറ്റ് C5 കളിച്ച് ഇപ്പോൾ 2 രീതിയിൽ ഈ പോണിനെ അറ്റാക്ക് ചെയ്യാണ്. ഈ നൈറ്റും അറ്റാക്ക് ചെയ്യാണ്. ബിഷപ്പ് G2 കളിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ബിഷപ്പ് E6 കളിക്കണം. ഇതിൻ്റെ ഐഡിയ കാരണം ഈ ഒരു D5 സ്ക്വയർ ഇപ്പോൾ വൈറ്റിൻ്റെ പരിധിയിൽ ഒരുപാട് കൺട്രോൾ ഉണ്ട്. അപ്പോൾ ആ ഒരു കൺട്രോൾ കുറയ്ക്കാനും കുറച്ചും കൂടി ഗ്രിപ്പ് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ആ ബിഷപ്പിനെ E6ലേക്ക് വേൾഡ് സൈഡ് കളിക്കുന്നത്. കാൾസൺ ക്യാൻസൽ ചെയ്യുന്നു. B5 കളിക്കുന്നു. അപ്പോൾ ഉദ്ദേശം ഒരു പക്ഷേ ഈ ഒരു നൈറ്റിനെ ഓടിച്ചു വിടുക, ഈ ഒരു പോണിലേക്കുള്ള പ്രൊട്ടക്ഷൻ കൂടുതൽ കുറയ്ക്കുക, അങ്ങനെ കൂടുതൽ അറ്റാക്ക് ബിൽഡ് ചെയ്യുക. പക്ഷെ കാൾസൺ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഉള്ള പുഷ് തടഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോൺ വെച്ച് വെട്ടും. റൂക്ക് C8 കളിക്കുന്നു. F4 കളിച്ച് ഇവിടെ വീണ്ടും ചലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ത്രെട്ട് ഇങ്ങനെ എടുക്കുക, ഈ റൂക്കിനും കൂടുതൽ ആക്ടിവിറ്റി കൊണ്ടുവരിക. ഇതാണ് ഐഡിയ. അത് മാത്രമല്ല വേണമെങ്കിൽ ഈ നൈറ്റിന് എങ്ങോട്ടെങ്കിലുമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇതുപോലത്തെ F5 പുഷ് കളിച്ച് കൂടുതൽ സ്പേസ് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു ബിഷപ്പിനും വേണമെങ്കിൽ പുറത്തിറങ്ങാം. അപ്പോൾ ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇവിടെ കാൾസന്. നൈറ്റിനെ ഇവിടെ A4ലോട്ട് പോകുന്നു. ഇത് കുറച്ച് പാസീവ് മൂവായിട്ട് കാണുമ്പോൾ തോന്നാം. പക്ഷേ ഈ മൂവിൻ്റെ ഉദ്ദേശം ഈ ഒരു നൈറ്റ് ഇവിടെ വളരെ പവർഫുള്ളാണ്. ഈ D5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർഫുൾ നൈറ്റാണ് ഇവിടെ. എന്നാൽ ഈ ഒരു C3യിലിരിക്കുന്ന നൈറ്റ് ഈ ഉള്ള നൈറ്റിനേക്കാളും നന്നായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ D5ലോട്ട് ഈ ഒരു നൈറ്റിന് വരാൻ വന്നു കഴിഞ്ഞാൽ വൈറ്റിൻ്റെ പൊസിഷൻ ഒരുപാട് സോളിഡ് ആവുകയും ചെയ്യും. ഈ ഒരു പൊസിഷനെതിരെ കളിക്കാൻ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പവർഫുൾ നൈറ്റിനെ ഒഴിവാക്കാൻ വേണ്ടി നൈറ്റിനെ ഇവിടെ A4ലോട്ട് കളിക്കുന്നത്. കാര്യം ഇങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓക്വേർഡ് പോൺ സ്ട്രക്ചർ, ഒരു ഡബിൾ പോൺസ് പോലത്തെ സ്ട്രക്ചർ വരും. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ റൂക്കിന് വേണമെങ്കിൽ ഇപ്പോൾ ഈ B5ലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബിഷപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു B പോണൊക്കെ വീക്കായി പോകും. കാര്യം ഇങ്ങനെ ഒരു പോൺ വീക്ക്നെസ് ഇവിടെ വരുന്നെങ്കിലും ഇവിടെ ബ്ലാക്കിന് ഇനഫ് കോമ്പൻസേഷൻ വരുന്നതാണ്. കാൾസൺ പക്ഷേ അതിലേക്കൊന്നും ഈ ഒരു പോണൊന്നും ഒരു പ്രശ്നമല്ല. G5 കളിച്ച് കിങ്ങിനെ തകർക്കുക. ഇതാണ് കാൾസൻ്റെ ഉദ്ദേശം. വേൾഡ് സൈഡിൽ നൈറ്റ് ഇവിടെ തിരിച്ച് D7ലോട്ട് പോകുന്നു. ആദ്യം ഈ ഒരു ബിഷപ്പിനെ അങ്ങ് ഒഴിവാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ക്യൂൻ വെച്ച് എടുത്തു കഴിയുമ്പോൾ ഇനി F5 കളിക്കാം. അപ്പോൾ ത്രെട്ട് ഈ ബിഷപ്പ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ F6 കളിക്കുക, പണി മുഴുവനായിട്ട് തീർക്കുക. അപ്പോൾ ഓൺലി മൂവ് ഇവിടെ ബിഷപ്പിനെ രക്ഷിക്കാൻ വേണ്ടി ബിഷപ്പിനെ C4 കളിക്കുക, ഇവിടെ ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യുക. വെറുതെ റൂക്ക് F2 പോകുന്നു, F6 കളിക്കണം. അപ്പോൾ ഈ F6 കളിച്ചില്ലെങ്കിൽ
വൈറ്റ് F6 അല്ലെങ്കിൽ കാൾസൺ തന്നെ F6 കളിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പൊസിഷൻ മൊത്തത്തിൽ ക്രാമ്പായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പോൺ ടു F6 കളിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് സൈഡിലിരിക്കുന്ന കാൾസൺ G6 കളിച്ച് വീണ്ടും പിരിമുറുക്കുകയാണ്. ഇവിടെ ഈ ഒരു ചെയിൻ ഓഫ് പോൺസ് വളരെ സ്ട്രോങ് ആണ്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഇവിടെ ബ്ലാക്കിന് കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യണം. ഗെയിമിൽ H6 ആണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. ഈ 2 ഫ്ലൈറ്റ് സ്ക്വയേഴ്സ്, അതായത് കിങ്ങിന് ബാക്ക് റാങ്കിൽ എന്തെങ്കിലും ചെക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഈ 2 സ്ക്വയേഴ്സ് ഈ G6 പോൺ ഇവിടെ ഗാർഡ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രശ്നമാണ്. ഇനി എടുത്തില്ലെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഗെയിമിൽ H6 ആണ് കളിക്കുന്നത്. ഇവിടെയും ഈ 2 ഫ്ലൈറ്റ് സ്ക്വയേഴ്സുള്ള H7ഉം F7ഉം ഇവിടെ കാൾസൻ്റെ പരിധിയിലാണ്. അപ്പോൾ വളരെ കെയർഫുൾ ആവണം. കാരണം ബാക്ക് റാങ്കിൽ ഇപ്പോൾ പീസുകളൊന്നും ഇല്ലെങ്കിൽ ഒരു ചെക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി പോകും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം ഇവിടെ ബ്ലാക്ക് സൈഡ്. ബിഷപ്പ് E3 കളിക്കുന്നു. നൈറ്റ് C5. അപ്പോൾ വീണ്ടും നൈറ്റിനെ ഈ ഒരു സ്ക്വയറിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. C5ലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ അറ്റാക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. റൂക്കിനെ ഇവിടെ ഈ Fന്ന് D2ലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഐഡിയ വേറെ സിമ്പിളാണ്. ഈ ക്യൂനും റൂക്കും കൂടെ ആ പോണിനെ അറ്റാക്ക് ചെയ്യണം. റൂക്ക് വന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇവിടെ ക്യൂനിനെ ഇവിടെ E1 കളിക്കുന്നു. പിന്നെ ഒരു ഉദ്ദേശം വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ H6 ഇവിടെ H4 കൊണ്ടുവരാം. അത് മാത്രമല്ല ഈ റൂക്കിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഡബിൾ ചെയ്യാം. അപ്പോൾ പല ഉദ്ദേശങ്ങളും ഉണ്ട് ഇങ്ങനെ ഒരു ക്യൂൻ E1 എന്നുള്ള മൂവിന്. ക്യൂനിനെ B7 കളിക്കുന്നു. അപ്പോൾ ത്രെട്ട് ഇവിടെ എടുക്കാനാണ്. അപ്പോൾ ഇപ്പോൾ ഈ കയറി ഇങ്ങനെ ഒരു പോണിനെയൊക്കെ ഡിഫെൻഡ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് വീക്കാണ്. കാരണം എന്താണ്, ഇവിടെ കുറച്ച് അന്നോയിങ് ആയിട്ടുള്ള ഇങ്ങനത്തെ മൂവ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഈ പോണിനെ എന്തായാലും സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നേരെ റൂക്ക് ഇവിടെ വന്ന് ഡബിൾ ചെയ്തിട്ട് ഈ പോണിനെ എടുത്തോ, എനിക്ക് കുഴപ്പമില്ല, കാൾസൺ ഈ പോണിനെ എടുത്തോളാം എന്നുള്ള രീതിയിൽ എന്തായാലും ക്യൂൻ വെച്ച് B2 എടുത്തു, റൂക്ക് വെച്ച് തിരികെ എടുത്തു. അവസാനം ഈ ഒരു പോണിനെ വെട്ടിയെടുത്തു. അപ്പോൾ ഇവിടെ വേൾഡ് ഉദ്ദേശിക്കുന്ന കോമ്പൻസേഷൻ ഒരു പക്ഷേ ഇതൊരു പാസ് പോൺ ആയേക്കാം എന്നുള്ള പ്രത്യാശയിലാണ് ഇത് കളിക്കുന്നത്. കാൾസൺ പതുക്കെ തൻ്റെ പീസുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇപ്പോൾ കിങ് കുറച്ച് വീക്കൊക്കെ ആയിട്ട് തോന്നാം, കാരണം കിങ് ഭയങ്കര ഓപ്പണാണ്. പക്ഷേ ഇവിടുത്തെ ഈ പോൺ സ്ട്രക്ചറും ഈ ഒരു ക്യൂനും രണ്ട് ബിഷപ്പുകളും എപ്പോൾ എന്ത് ചെക്ക് വന്നാലും തിരികെ വരാൻ മാത്രമുള്ള പീസുകൾ ഇവിടെ കാൾസൺ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. നൈറ്റ് D3 ഒരു ബ്യൂട്ടിഫുൾ ടാക്ടിക്ക് വേൾഡ് സൈഡിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു നൈറ്റിനെ നമ്മളെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂക്ക് ഇവിടെ നഷ്ടപ്പെടും. ഇതിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ ആലോചിക്കും ഇങ്ങനെ എടുക്കാമല്ലോ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്, ഈ പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടക്കും. ഈ ഒരു പൊസിഷൻ കൂടുതൽ ഇവിടെ ബ്ലാക്കിനായിരിക്കും ഫേവറബിൾ. കാരണം എന്താണ്, ഈ ഒരു A3 പുഷ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓക്കെ ഇങ്ങനെ ഇതിനെയൊക്കെ തടുക്കാമല്ലോ. ഒരു കാര്യമില്ല, റൂക്കിൻ്റെ C4 വരും. ഈ പൊസിഷൻ ഇവിടെ ബ്ലാക്ക് ജയിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇങ്ങനത്തെ പൊസിഷൻ കളിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റ് D3ക്ക് ശേഷം ചാടിക്കയറി ഇതിനൊക്കെ എടുത്താൽ പണി കിട്ടും. ഈ റൂക്ക് പോകുന്നുള്ളത് മാത്രമല്ല, പൊസിഷൻ തന്നെ ലൂസിങ് ആണ് ഇവിടെ കാൾസന്. അതുകൊണ്ട് കാൾസൺ ആദ്യം റൂക്കിനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫയലിൽ 7th റാങ്കിൽ കൊണ്ട് വയ്ക്കുന്നു. ബിഷപ്പിന് B5 കളിച്ച് ഈ റൂക്കിലേക്ക് അറ്റാക്കാണ്. ഇപ്പോഴും ഈ നൈറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല, ഈ റൂക്കിനെ കിട്ടാലോ, ഇതാണ് ഐഡിയ. റൂക്ക് D5 കുറച്ചുകൂടെ സേഫ് ആക്കുവാണ്. ഇപ്പോൾ ഈ ഒരു പോൺ ചെയിനിൻ്റെ ഇതിൽ ഈ റൂക്ക് കുറച്ചും കൂടെ സുരക്ഷിതമാണ്. ഇനി ഇവിടെ നൈറ്റ് മാറിയേ പറ്റൂ. കാരണം ഇതിന് മുന്നൊക്കെ നമ്മളിവിടെ എടുക്കുമ്പോൾ എന്താണ് പ്രശ്നം, ഇപ്പോൾ ഒരു റാൻഡം മൂവ് കളിക്കുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ H6 പോലത്തെ മൂവ് കളിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു മൂവ് കളിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം, ഇവിടെ ഒരുപാട് ടാക്ടിക്കൽ പോസിബിലിറ്റീസ് ഇവിടെ ബ്ലാക്കിന് ഉണ്ടാകുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ബിഷപ്പ് C6 പോലത്തെ മൂവ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂവിന് ശേഷം ഇപ്പോൾ എന്തൊക്കെ കളിച്ചാലും പ്രശ്നമാണ്. ഇവിടെ റൂക്ക് C5 കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ പതുക്കെ ക്യൂവിനെ B3യിലേക്ക് കൊണ്ടുവരും. ഇനി ഈ പുഷും ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഒരുപാട് ടാക്ടിക്കൽ ഐഡിയാസ് ഇവിടെ വേൾഡിൻ്റെ സൈഡിൽ നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഈ ഒരു നൈറ്റിനെ എടുക്കുന്നത് അത്ര നല്ല ഐഡിയ അല്ല. അതിന് പകരം റൂക്ക് D5ന് ശേഷം നൈറ്റിനെ F4 കളിക്കുന്നത്. അപ്പോൾ ത്രെട്ട് എന്താണ്, ഈ റൂക്കിലേക്കാണ് അറ്റാക്ക്. റൂക്ക് C5. അപ്പോൾ ബ്ലാക്ക് ഉപയോഗിച്ച അതേ ടാക്ടിക്ക്, ഒരു ഡിഫ്ലക്ഷൻ ടാക്ടിക്ക്. ഇപ്പോൾ ക്യൂൻ വെച്ചെടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ചെടുക്കും. പക്ഷേ ഈ റൂക്ക് വെച്ചാണ് എടുക്കണമെങ്കിലോ, ഈ റൂക്ക് വെച്ചെടുത്തു കഴിഞ്ഞാൽ ക്യൂൻ വെച്ചൊരു ചെക്ക് വരും. നമുക്കൊരു വേരിയേഷൻ നോക്കാം. ഈ റൂക്ക് വെച്ചെടുത്തു കഴിഞ്ഞാലോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോണത്, ആദ്യം ക്യൂൻ വെച്ചൊരു ചെക്ക് വരും. അപ്പോൾ ഈ ചെക്കിനെതിരെ ആകെ ഇതിലേക്ക് ഇടയ്ക്ക് വരാമെന്നേ ഉള്ളൂ, ഇവിടെ ചെക്ക് മേറ്റ് ആയിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ
റൂക്ക് വെച്ച് എടുക്കുക എന്നുള്ള അത്ര നല്ല ഇതല്ല. ഇനിയിപ്പോൾ ക്യൂൻ വെച്ച് എടുത്തു കഴിഞ്ഞാൽ വെറുതെ ക്യൂൻ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂക്കിനെ ഇവിടെ E8 കളിക്കുന്നു. കാൾസൺ എന്ത് ചെയ്യുന്നു? റൂക്ക് C7, വീണ്ടും 7th റാങ്കിൽ വന്ന് ആധിപത്യം സ്ഥാപിക്കുകയാണ്. ക്യൂൻ A1 ചെക്ക്. കിങ് H2 വളരെ സേഫാണ്, ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല ഇവിടെ. കിങ് H8. എന്തിനാണ് ഇങ്ങനെ കിങ് H8 എന്ന് പറഞ്ഞ കളിക്കണേ? നേരെ ഇവിടെ ക്യൂൻ ചെയ്യാൻ പോയാൽ പോരെ, ഇവിടെ കാൾസിൻ്റെ ഒപ്പോണൻസ് ആയ ഇവിടെ വേൾഡ്സിന്. ഇവിടെ ആദ്യം ഈ നൈറ്റിനെ ഒഴിവാക്കുക, തിരിച്ചെടുക്കുക. കാൾസിനൊരു പവർഫുൾ ചെക്ക് ഉണ്ട്. അപ്പോൾ കിങ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ നേരിട്ട് ചെക്ക്മേറ്റ് ആയി പോകും. ഇനി കിങ് കോർണറിലേക്ക് പോയാലോ, ക്യൂവിന് F7 വരും, ഇവിടെ നേരെ ചെക്ക്മേറ്റ് ത്രട്ടൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രില്യൻ മീറ്റിംഗ് കോമ്പിനേഷൻ ഉണ്ട്. ആദ്യം റൂക്കിനെ എടുത്ത് ചെക്ക് വരും, കിങ് വെട്ടും, ഇവിടെ ചെക്ക്. ഓൺലി മൂവ് എന്താണ്? ബിഷപ്പിന് വേണേൽ ഇടയിൽ വരാം. ബിഷപ്പിന് ഇടയിൽ വന്നു കഴിഞ്ഞാൽ ചെക്ക്. ഇവിടെയാണ് നമ്മുടെ G6 പോണിൻ്റെ പ്രത്യേകത. ഈ 2 ഫ്ലൈറ്റ് സ്ക്വയേഴ്സ് ഒക്യുപ്പൈ ചെയ്ത കാൾസൻ്റെ ഈ പോൺ സ്ട്രക്ചറിനെതിരെ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഏകദേശം വേൾഡ് സൈഡിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഈ ഒരു ചെക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നേരത്തെ അങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്, കിങ് H8 കളിക്കുന്നത്. ഇവിടെ കാൾസൺ എന്ത് ചെയ്യുന്നു? C4 കളിച്ച് ഈ ഒരു ബിഷപ്പിനെ ഓടിച്ചു വിടാൻ നോക്കണം. ഇപ്പോൾ ഈ ബിഷപ്പിന് പോകാൻ ഒരു സ്ക്വയറും ഇല്ല. നോക്കുമ്പോൾ എല്ലാ സ്ക്വയറും ജാമാണ്. ഇവിടെ പോയാലും പോവും, എവിടെ പോയാലും പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ബിഷപ്പിനെ സേവ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഈ ഒരു A പോൺ വെച്ച് കളി മുന്നോട്ട് പോകാൻ നോക്കുന്നു. ബിഷപ്പ് എടുത്തു. ഇവിടെ ക്യൂൻ ബീറ്റ് കൊടുത്തൊരു ഫൈനൽ ട്രിക്ക് നോക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ പോൺ പാസറാവും എന്നുള്ള രീതിയിൽ കാൾസൺ എന്ത് ചെയ്യുന്നു? പോൺ വെച്ച് പോണിനെ എടുത്തു. ക്യൂവിനെ ഒഴിവാക്കിയൊക്കെ നോക്കി, പക്ഷെ വെറുതെ എടുത്തു. പിന്നെ കാൾസിനെതിരെ എൻ ഗെയിം കളിച്ച് നോക്കിയിട്ട് കാര്യമില്ല എന്നറിയാമല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പ്ലസ് എൻ ഗെയിം. നൈറ്റ് ഇവിടെ E2 വരുന്നു. റൂക്ക് C4, A2. ഇത് പാസ് പോണൊക്കെ ആയിട്ടൊക്കെ തോന്നാം, പക്ഷെ വെറുതെ റൂക്ക് A4. 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം, പിന്നെ മാത്രമല്ല ഈ ഒരു പോണിനെയും പാസറാക്കി വിടുന്നു. അപ്പോൾ ഈ പൊസിഷനിൽ വേൾഡ് സൈഡ് റിസൈൻ ചെയ്യാണ്. കാരണം ഒന്നും തന്നെ ചെയ്യാനില്ല. ഈ പോണിനെ പിടിക്കുകയും ചെയ്യും, മറ്റേ പോൺ പാസ് പോൺ ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വേൾഡ് സൈഡ് ഇവിടെ റിസൈൻ ചെയ്യുകയാണ്. കാരണം ഈ റൂക്കിന് മൂവ് ചെയ്യാൻ ഒരു ഇതുമില്ല. കാരണം ആ റൂക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പാസ് പോൺ വരും, ഈ റൂക്ക് വെച്ച് എന്തെങ്കിലും ചെക്ക് വന്നാൽ ഈ കിങ്ങിന് ഓടിപ്പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് സ്ക്വയേഴ്സ് പോലും ഇല്ല. അപ്പോൾ എങ്ങനെയുണ്ട് കാൾസൺ ലോകത്തിനെതിരെ കളിച്ച ഈ ഒരു മാച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.